ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും സഹയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് നന്നായിട്ട് പൂരിന്ന് ബസ് കയറി. ഇപ്പോൾ ഉള്ളത് കൊൽക്കത്തയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ട്രിപ്പിലെ ആ തണുത്ത് വിറച്ച ദിവസം ഇന്നായിരുന്നു. രാവിലെ ബസ്സിൽ തന്നെ എൻ്റെ ഒടുക്കത്തെ തണുപ്പായിരുന്നു. യാത്ര കുറച്ച് അലമ്പായിരുന്നു. കാരണം എനിക്ക് ചൂടെടുക്കേണ്ട പ്രശ്നമില്ലത് കൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ജനൽ തുറന്നിടാൻ വേണ്ടി ഏറ്റവും പുറകെ സീറ്റ് എടുത്തത്. ഞാൻ ആ സീറ്റ് ഇരുന്നിട്ടില്ല, മൊത്തം എയറിലായിരുന്നു. അത് റോഡിൻ്റെ മികവ് കൊണ്ടാണോ ഡ്രൈവിങ്ങിൻ്റെ മികവ് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ മൊത്തം എയറിലായിരുന്നു ആ ബസ്സിൻ്റെ അത്. കൊൽക്കത്ത ഫസ്റ്റ് ഇംപ്രഷൻ പൊളിയാണ്. നിർത്തിയ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് തന്നെ ഫെറി. നമുക്ക് ആദ്യം മെട്രോയിൽ പിടിക്കണം, നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ഈ ബാണ്ടക്കെട്ടാറ് വെക്കണം. ഇതാണ് ഗൈസ് കൊൽക്കത്തയിൽ വന്നിട്ട് ആദ്യത്തെ ഫുഡ്. നമ്മൾ സ്ഥിരം പൂരി ഭാജി. ഇനി ഇവിടുത്തെ പൂരി ഭാജി അങ്ങനെയായിട്ട് നോക്കാം. അവൻ കഴിച്ചു. എന്തുണ്ട് ആവശ്യം? ഇവനും അത് തന്നെയായിരിക്കും ഏകദേശം. കഴിക്കട്ടെ. ഞാൻ ഏറ്റവും അവസാന അഭിപ്രായം ഞാൻ പറഞ്ഞോളൂ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയറിയ ട്രെയിൻ മാറിപ്പോയി ഒരു സ്റ്റേഷൻ. അപ്പോൾ ആരെ എന്റെ മാത്രം മിസ്റ്റേക്ക് ആണോ? എന്ത് 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തുന്നു പറഞ്ഞാൽ 7ാമത്തെ പ്ലാറ്റ്ഫോമിൽ കേറടാ എന്ന് പറഞ്ഞതാരാ? കേറടാ എന്ന് പറഞ്ഞാരാ? 6ാമത്തെ പ്ലാറ്റ്ഫോം ഇവനോട് ഞാൻ ചോദിച്ചപ്പോ ഇവനോട് പറഞ്ഞു 9:50 7ാമത്തെ പ്ലാറ്റ്ഫോമിലും 10 മണിക്ക് 6ാമത്തെ പ്ലാറ്റ്ഫോമിലും. അല്ല 9:50 6ാമത്തെ പ്ലാറ്റ്ഫോമിലും 10 മണിക്ക് 7ാമത്തെ പ്ലാറ്റ്ഫോമിലും. അങ്ങനെയാണ് മനസ്സിലായത്. കേറടാ എന്ന് പറഞ്ഞാരാണ്? എന്നിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് മാറിക്കയറണം. എന്തായാലും ഹൗറ റെയിൽവേ സ്റ്റേഷൻ പൊളിയാട്ടോ. കാരണം ടോട്ടൽ 23 പ്ലാറ്റ്ഫോം ആയില്ലേ, 2 കോംപ്ലക്സിലായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കോംപ്ലക്സിലാണ് പോയത്. ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് പ്ലാറ്റ്ഫോം ഇവിടെ അതിൻ്റെ നടുക്കുണ്ട് കാറൊക്കെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ. നോക്കുമ്പോൾ അത് നേരെയുണ്ട് ഹൗറ ബ്രിഡ്ജ്. ഏതൊരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്കല്ലേ പോകുന്നത്? നേരെ ബ്രിഡ്ജിലേക്ക് പോകുന്നു, ഡയറക്റ്റ് പോകുന്നത്. അതായത് മെയിൻ റോഡിലേക്ക് ഇല്ല ആക്സസ്. അതിനുശേഷം അതിൻ്റെ അപ്പുറത്ത് പ്ലാറ്റ്ഫോം. നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ ഓഫീസർമാർ അവർ മോശക്കാരൊന്നുമല്ല, അവരെ ടോണ് ശരിയില്ല. അവർ മര്യാദക്കില്ല, എല്ലാം വ്യക്തമായിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവർ പറയുന്നതെല്ലാം ഒരുമാതിരി ആട്ടിത്തുപ്പുന്ന പോലെയുണ്ട്. ഞങ്ങൾ ക്ലോക്ക് റൂം ചോദിച്ചപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി വിട്ടിയാണ്. അപ്പോൾ ഒരു പുള്ളിക്കാരൻ നൈസായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ മാനിയായിട്ട് അത് അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് നേരത്തെ പറഞ്ഞ ആൾക്കാർ ഞങ്ങൾ പുറത്തുകൂടെയാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവരെ ടോണ് പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളൊരുമാതിരി ആട്ടിത്തുപ്പി വരെ ഉണ്ടായിരുന്നു. എന്തായാലും ആ റെയിൽവേ സ്റ്റേഷൻ മാത്രം ഒന്ന് നടന്ന് കാണാനുണ്ട്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഹൂബ്ലി ഇമാംബ്ര കൊൽക്കത്തയിലെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഇത് അണ്ടർ മെയിൻ്റനൻസ് ആണ് ഇപ്പം. കൊൽക്കത്തയിലേക്ക് കാണേണ്ട സാധനമാണ്. I don't know this language, bro.
ഗായ്സ്, നമ്മൾ ഒറീസ വന്ന മുതൽ മെയിനായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഓട്ടോസാണ്. ഓട്ടോസ് അല്ല, ഇവരെന്നാണ് ടുക്ടുക്ക, എന്താ അതേപോലത്തെ ഒരു സാധനം ഇത്. അതെന്തായാലും വളരെ നല്ല കാര്യമാണ്. മീൻസ് ഓടിക്കാനും കംഫർട്ട് ഉണ്ട്, നോയിസ് പൊല്യൂഷനും ഇല്ല, ലാഭമാണ്. അങ്ങനെ ഹൂഗ്ലി മാമ്പ്ര കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇനി നേരെ ഹൗറയിലേക്ക് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നത്. അവിടെ ഒരു റൂം നോക്കണം. കാരണം അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നീറ്റായിട്ടാണ് ഇപ്പം കാണുന്നത്. കാരണം ഒരാളും കിടക്കുന്നില്ല, ഫുള്ള് ടിക്കറ്റ് ചെക്കിംഗ് ആണ്, ഭയങ്കര പക്കയാണ്. അപ്പോൾ അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് സ്റ്റേസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയ റൂം നോക്കണം. ഇന്ന് പരമാവധി 2-3 സ്ഥലം കവർ ചെയ്യണം. നാളത്തോടെ മാക്സിമം കൊൽക്കത്ത കവർ ചെയ്യാൻ പറ്റണേ എന്നാണ് നമ്മൾ നോക്കുന്നത്. കാരണം അല്ലെങ്കിൽ കൊൽക്കത്തയിൽ ഒരു ദിവസം കൂടി റൂം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ഇതാവും, അന്യായമായി പോകും. അതുകൊണ്ട് അത് നോക്കുന്നത്. എന്നിട്ട് പറ്റുമെങ്കിൽ നാളെ രാത്രിയോ മറ്റന്നാളോ ആയിട്ട് കൊൽക്കത്ത വിടും. ഇതാണ് പ്ലാൻ. നമ്മളെ പ്ലാൻ ഒരിക്കലും നടക്കാത്തതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. ചെക്ക് ഇതാണ് ഫുഡ്. നല്ല മീൻകറിയും പിന്നെ അതേപോലെ തന്നെ എന്തോ ഒരു പച്ചക്കറി മെഴുക്ക് വരട്ടിയതും ദാലും പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി. കറി കഴിച്ചു ഒരു ടേസ്റ്റ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കൊൽക്കത്ത വന്നിട്ടുണ്ടെങ്കിൽ സീ ഫുഡ് ഫിഷാണ് ട്രൈ ചെയ്യുന്നത്. നല്ലൊരു പുളിയെല്ലാമായിട്ട് ഇത് അടിപൊളിയാണ്. ഒരു ചെറിയ കഷ്ണം മീനെല്ലാം ഇങ്ങനെ പൊട്ടിക്കണം. അതിൻ്റെ ഗ്രേവി കൂടിയുണ്ട്, അതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് അപ്പോൾ ഇതാ നമ്മൾ ഫെറിയിൽ കയറാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ റൂം നോക്കി വെച്ചായിരുന്നു. അപ്പോൾ ചെറിയ 500 സംതിങ്ങിന് ആ റൂം കിട്ടും. ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ടൈപ്പാണെങ്കിൽ ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പോണ്ടിച്ചേരി ചെയ്ത പോലെ അവിടെ പോയി അവിടെ റൂം ഓക്കെ ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം മിലേനിയം പാർക്കാണ് ഡെസ്റ്റിനേഷൻ. ഒരാൾക്ക് 6 രൂപയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ റൂമിലേക്ക് പോകുന്നു, ഒന്ന് ഉറങ്ങുന്നു. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് അത്രയ്ക്ക് നല്ലതായിരുന്നു. എനിക്ക് ആ കറി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നാമത് ഈ പൊന്നിയരി ടൈപ്പ് അരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ നിന്ന് വിട്ടിട്ട് ആദ്യമായിട്ടാണ് ആ ഒരു ടൈപ്പ് അരി കഴിക്കുന്നത്. ഇവിടുന്ന് ഹൗറ ബ്രിഡ്ജ് കാണുന്നത് എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്ന് പറയാം. ഇവിടെ മറ്റേ സാധാരണ നമ്മൾ ഇവിടെ പോയാലോ എവിടെയൊന്നും ആലപ്പുഴ പോയാലോ അല്ലെ എവിടെ പോയാലും ഒരു സ്മെല്ല് വരാണ്ട്. അതിവിടെ ഇല്ല. മീൻസ് എനിക്ക് കൊച്ചിയിലുണ്ടായിരുന്നു, നല്ല സ്മെല്ലുണ്ടായിരുന്നു. നീ വേറെ ആരെങ്കിലും ആ സമയത്ത് പിടിക്കുന്നുണ്ടായിട്ടുണ്ടോ? എന്തായാലും ഇവിടെ അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല, ഭയങ്കര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഞങ്ങൾക്ക് വേണ്ട ജങ്കാർ വന്നുകൊണ്ടിരിക്കുന്നു. റോജർ സാർ ഇതിലും കയറാൻ വിടുമോന്ന് അറിയില്ല. ഇനി ഫോട്ടോ എടുക്കണം, അടുത്ത ജങ്കാറിന് പോകാന്ന് പറഞ്ഞിട്ട്. ജങ്കാറല്ല സെറ്റ്. അതൊരു അൺഎക്സ്പെക്റ്റഡ് അടിയായിരുന്നു. റോജ മറ്റേ ഫോണ് കോഴിക്കോട് ബീച്ചിൽ പോയി, അതിൻ്റെ ഇതിൻ്റെ ഗ്ലാസ് പോണ്ടിച്ചേരി പോയി. ഇനി ഈ ഫോണ് നീ ഇവിടെ എന്താണ് കൊൽക്കത്തയിൽ കൊണ്ടുപോയി കളയോ? കളിയോ? ആവശ്യം എന്തായാലും അതിനൊരു വാഗ്ദാനം കേട്ടോ. ഗായ്സ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടോന്ന് അറിയില്ല, ഈ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ. ഞങ്ങൾ തിരിഞ്ഞു നോക്കി ഫെറി അകന്നു എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് അതൊക്കെ അടക്കം മനസ്സിലായത്. ഗായ്സ്, ഇതാ ആ കാണുന്നതാണ് ഹൗറ ബ്രിഡ്ജ്.
ആദ്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടിരിക്കുന്നു. വലിയ ബിൽഡിങ്ങാ. നേരെ ഞങ്ങൾ പോയപ്പോൾ റോജനി തന്ന പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കിയപ്പോൾ ആ പോലീസുകാരുണ്ട്. ആടെ എന്തോ റിസർവ് എന്നല്ല എഴുതിക്കാൻ. ഞാൻ റിസപ്ഷൻ ആണോ സെക്യൂരിറ്റി ആണോ? കുറച്ച് കഴിയുമ്പോൾ LED ബോർഡിങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ ഞങ്ങൾ അടുത്ത് പോയി നോക്കുമ്പോൾ ചെറിയ ബിൽഡിങ്. ഞങ്ങൾ ടെക്നിക്കലി ഇത്രേ അവിടെ നിന്ന് കാണുന്നുണ്ടായിട്ടുള്ളൂ. അതിന് നേരെ താഴെ നമ്മൾ നോക്കിയേ. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോഴാണ് ഈ മുകളിലത്തെ സാധനം കൂടി കാണുന്നത്. റോജനും ആദർശനും ഭയങ്കര സംശയമായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്ര ചെറുതാണോ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന്. നമ്മൾ 2 ദിവസം കൂടി കൊൽക്കത്തയുണ്ട്. കൊൽക്കത്ത നമ്മൾ നല്ലോണം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇന്നലെ രാത്രി നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെയല്ല, കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കിടന്നു. നല്ല ഓപ്ഷൻ ഉണ്ട്, കാരണം നമ്മുടെ ഒരു ബെഡിൽ പ്രോപ്പറായിട്ട് കിടന്നിട്ട് ദിവസം കുറയായി. അതുകൊണ്ട് നല്ല ഒന്ന് ഉറങ്ങിപ്പോയി. 2 ദിവസം കൊൽക്കത്ത എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സഹയാത്രികർ.